ചേരുന്നുണ്ട്. വിനിത വേണു, ഇപ്പോൾ ഈ വിജയലക്ഷ്മി താമസിച്ചിരുന്ന സ്ഥലത്ത് അവർക്ക് അയൽക്കാരുമായൊന്നും അധികം അങ്ങനെ ഒരു സൗഹൃദമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ വാടകയ്ക്ക് വന്ന് താമസിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വിജയലക്ഷ്മിയെ തന്ത്രപൂർവ്വം അവിടേക്ക് എത്തിച്ച് കരൂരിൽ കൊലപ്പെടുത്തി കോൺക്രീറ്റ് ചെയ്യുക എന്ന ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു ജയചന്ദ്രന് എന്ന് ഈ ക്ഷണിക്കുന്ന വേളയിൽ തന്നെ വിജയലക്ഷ്മി ഒരു പക്ഷേ അറിഞ്ഞിട്ടുണ്ടാകില്ല. അവസാനമായി വിളിച്ചത് ജയചന്ദ്രനാണ് എന്നതിപ്പോൾ പോലീസ് ഉറപ്പിക്കുകയല്ലേ? വിജയലക്ഷ്മി ആ സ്ഥലത്തേക്ക് നേരത്തെയും വന്നിട്ടുള്ള വീടാണോ? എങ്ങനെയാണ് അവരെ അവിടെ തന്ത്രപൂർവ്വം എത്തിക്കാൻ കഴിഞ്ഞത്? സുജയ, നമ്മൾ പോലീസുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ്. അതായത് ആസൂത്രിതമായ ഒരു കൊലപാതകം തന്നെയാണ് പ്രതി ജയചന്ദ്രൻ ലക്ഷ്യമിട്ടത് എന്ന് തന്നെയാണ്. മാത്രമല്ല, ഇതിൽ പോലീസ് അന്വേഷണം വഴിതെറ്റിച്ചു വിടുന്നതിനും വേണ്ടി പ്രതി ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നവംബർ 6-നാണ്, അതായത് ഈ മാസം 6-നാണ് ഇവരെ കാണാനില്ല, വിജയലക്ഷ്മിയെ കാണാനില്ല എന്ന പരാതി ലഭിക്കുന്നത്. അവരുടെ ബന്ധുക്കൾ തന്നെയാണ്, അകന്ന ബന്ധുക്കൾ തന്നെയാണ് സമീപിച്ചത്. കാരണം കുറേ അധികം ദിവസമായി ഇവരുടെ ഫോണിലൊന്നും ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല. ഇവരെ കാണാത്തത് കൊണ്ട് തന്നെ അവർ പരാതി നൽകിയായിരുന്നു പോലീസ്. ഇതിനുശേഷം കരുനാഗപ്പള്ളി പോലീസാണ് ഇതിലിപ്പോൾ കൊലപാതകത്തിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറം ലോകത്ത് എത്തിക്കുകയും ചെയ്തത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജയചന്ദ്രനും വിജയലക്ഷ്മിയും തമ്മിലുള്ള അടുപ്പമുണ്ടായിരുന്നു. ഇവരെ ആസൂത്രിതമായി തന്നെ ഈ വീട്ടിലേക്ക് എത്തിച്ച് കൊലപാതകം നടത്തുകയായിരുന്നു എന്നതാണ്. പ്ലെയർ കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി, അതിനുശേഷം പറമ്പിൽ കുഴിച്ചിട്ടു. അതും പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ദുർഗന്ധം വമിക്കുകയോ മറ്റ് മൃതദേഹാവശിഷ്ടങ്ങൾ ആരെങ്കിലും കണ്ടെത്തുകയോ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് കോൺക്രീറ്റ് ഇട്ട് ഇത് കുഴിച്ചു മൂടുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്തത്. ഈ തൊട്ടടുത്ത പറമ്പിൽ തന്നെ മൃതദേഹം കുഴിച്ചിട്ടതിന് ശേഷം അത്തരത്തിൽ ആസൂത്രിതമായി തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും ഇയാൾ നടത്തിയത്. അതും കഴിഞ്ഞില്ല, പോലീസിന്റെ അന്വേഷണം വഴിതെറ്റിക്കുന്നതിന് വേണ്ടി നമ്മൾ ദൃശ്യം സിനിമയിലൊക്കെ കണ്ടതുപോലെ തന്നെ മൊബൈൽ ഫോൺ സ്ഥലത്ത് നിന്ന് മാറ്റുക, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉപേക്ഷിക്കുക എന്നതായിരുന്നു പിന്നീട് ജയചന്ദ്രൻ മുന്നിലുള്ള വെല്ലുവിളി. ഇതിന് ഇയാൾ സ്വീകരിച്ച മാർഗം എന്ന് പറയുന്നത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിൽ വിദഗ്ധമായി മൊബൈൽ ഫോൺ കൊണ്ടിടുക എന്നതാണ്. അതിനായി കൊലപാതകം നടത്തിയ ശേഷം കൊച്ചിയിലെത്തി, അതായത് അമ്പലപ്പുഴയിൽ നിന്ന് കൊച്ചിയിലെത്തി, അതിനുശേഷം കണ്ണൂരിലേക്ക് പോകുന്ന ഒരു KSRTC ബസ്സിൽ വിജയലക്ഷ്മിയുടെ ഫോൺ ഉപേക്ഷിക്കുകയായിരുന്നു. അതായത് ഈ ഫോൺ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും പോലീസിന്റെ അന്വേഷണം എന്ന് ഇയാൾക്ക് കൃത്യമായി അറിയാം. ആ സാഹചര്യത്തിൽ തന്നെയാണ് ഫോൺ ഇത്തരത്തിൽ സഞ്ചരിക്കുന്ന ഒരു KSRTC ബസ്സിൽ കൊണ്ടിടുന്നതിന് വേണ്ടി ഇയാൾ തയ്യാറായതും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുജയ, ഈ ഫോൺ തന്നെയാണ് പ്രതിയിലേക്ക് എത്താൻ പോലീസിനെ സഹായിച്ചത് എന്നത് തന്നെയാണ്. ഈ വീടിന് സമീപം പണി നടന്നുകൊണ്ടിരുന്ന വീട്ടിൽ ഈ കോൺക്രീറ്റ് നടത്തി ഈ മൃതദേഹം കുഴിച്ചിടുന്നു. അതിന് പിന്നാലെ ഈ ഫോൺ വിദഗ്ധമായി തന്നെ സഞ്ചരിക്കുന്ന ബസ്സിൽ കൊണ്ടിടുകയും ചെയ്യുന്നു. അത്തരത്തിൽ ആസൂത്രിതമായി വിജയലക്ഷ്മിയെ കൊലപ്പെടുത്തി അത് തെളിവ് നശിപ്പിക്കുന്നതിനുള്ള ശ്രമം തന്നെയാണ് ഇയാൾ നടത്തുകയും ചെയ്തത്. വിജയലക്ഷ്മിക്ക് മറ്റ് ബന്ധുക്കളായൊന്നും വിവരം ഇല്ല എന്നാണ്, അടുത്ത ബന്ധമൊന്നും ഇല്ല എന്ന് തന്നെയാണ് നമ്മൾ പോലീസുമായി സംസാരിക്കുമ്പോൾ പറയുന്നത്. ഇതിൽ കരുനാഗപ്പള്ളി പോലീസിന്റെ വിദഗ്ധമായ അന്വേഷണം തന്നെയാണ് ഇത്തരത്തിൽ ഈ കൊലപാതകത്തിന്റെ ചുരുളഴിക്കുന്നതിലെത്തിയത്. സുജയ, നമുക്ക് ഓർമ്മയുണ്ട് മാന്നാറിലെ കൊലപാതകം, അതുപോലെ തന്നെ ഏപ്രിലിൽ പൂങ്കാവിൽ നടന്ന റോസമ്മയുടെ കൊലപാതകം, അതിനുശേഷം ഇപ്പോൾ വിജയലക്ഷ്മിയുടെ കൊലപാതകവും ഏതായാലും ഞെട്ടിച്ചിരിക്കുകയാണ് ആലപ്പുഴയെ. പൂങ്കാവിൽ നടന്ന കൊലപാതകവും ഇതുപോലെ തന്നെ ദൃശ്യം മോഡൽ ഒരു കൊലപാതകം തന്നെയായിരുന്നു. 60-കാരിയായ റോസമ്മയെ സഹോദരൻ ബെന്നി കൊന്ന് കുഴിച്ചു മൂടുകയായിരുന്നു. ഇരുവരും തമ്മിൽ വാക്തർക്കമുണ്ടായതിനു പിന്നാലെ സമാനമായ രീതിയിൽ കൊലപാതകത്തിന് മുൻപ് വിജയലക്ഷ്മിയും ജയചന്ദ്രനും തമ്മിൽ വാക്തർക്കമുണ്ടായി എന്ന് തന്നെയാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഏതായാലും പ്രതിയുടെ വീടിന് സമീപത്ത് നിന്നാണ് ഇപ്പോൾ മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്, മൃതദേഹം കുഴിച്ചിട്ട സ്ഥലവും കണ്ടെത്തിയിരിക്കുന്നത്. ശരത്ത് സൂചിപ്പിച്ചതുപോലെ അല്പസമയത്തിനകം തന്നെ മൃതദേഹം മാറ്റുകയും DNA പരിശോധന നടത്തുകയും ചെയ്യുമെന്ന് പോലീസ് കൃത്യമായി തന്നെ അറിയിക്കുന്നു. ഈ കൊലപാതകത്തിൽ നിലവിൽ ജയചന്ദ്രന് മാത്രമാണ് ബന്ധം എന്നുള്ളൊരു നിഗമനമാണ് പോലീസിനുള്ളത്. പക്ഷേ കൂടുതൽ ആർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ, തെളിവ് നശിപ്പിക്കുന്നതിനോ മറ്റോ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിശോധിക്കുന്നുണ്ട് എന്നാണ് പോലീസുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ആലപ്പുഴയിൽ ഇതിപ്പോൾ ഒരു വർഷത്തിനിടെ 3ാമത്തെ ഞെട്ടിക്കുന്ന കൊലപാതകം എന്ന് തന്നെ നമുക്ക് പറയണം സുജയ. ഇപ്പോൾ വടക്കൻ പറമ്പിൽ റോസമ്മയുടെ കൊലപാതകം, അതിൽ സഹോദരൻ ബെന്നിയെ പോലീസ് പിടികൂടുന്നു. അത് വാക്കുതർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു. വിനീത ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഏപ്രിലിൽ പൂങ്കാവിൽ, ഇപ്പോൾ ഇതാ ഈ നവംബർ മാസത്തിൽ കരൂരിൽ സംഭവിക്കുന്ന ഒരു കൊലപാതകം. അതായത് കൊലപാതകങ്ങളൊക്കെ ഒരു സിനിമാറ്റിക്കായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ നാടെത്തുന്നു എന്നതും ഒരു ഞെട്ടിപ്പിക്കുന്ന കാര്യമല്ലേ വിനീത?
അതെ സുജയ, നമുക്ക് അങ്ങനെ തന്നെ കരുതണം. അതായത് ദൃശ്യം മോഡൽ എന്ന് നമ്മൾ പറയുമ്പോൾ പോലും ഒരു സിനിമയാണോ ഇതിൽ സ്വാധീനം ചെലുത്തുന്നത്, അതോ ഈ കൊലപാതകികളുടെ സ്വാഭാവികമായ കുറ്റകൃത്യം ആ ഒരു വാസന തന്നെയാണ് ഇത്തരത്തിൽ തെളിവ് നശിപ്പിക്കുന്നതിലേക്ക് കൊണ്ടുപോകുന്നത്? അതിനുള്ള സാഹചര്യം അവർ ഒരു പക്ഷേ തിരഞ്ഞെടുത്തത് സിനിമയിൽ സ്വാധീനമായിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷേ ഏതായാലും കൃത്യമായ ആസൂത്രണം നടത്തിക്കൊണ്ട് തന്നെയാണ് ജയചന്ദ്രൻ കൊലപാതകം നടത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിജയലക്ഷ്മിയെ തന്ത്രപരമായി വീട്ടിലെത്തിക്കുന്നു, അവിടെ വെച്ച് കൊലപാതകം നടത്തുന്നു, അതിനുശേഷം തൊട്ടടുത്ത പറമ്പിൽ മൃതദേഹം കുഴിച്ചിടുകയും ചെയ്യുന്നു. അതിനുശേഷം ആസൂത്രിതമായി ഇതെല്ലാം നടത്തിയ ശേഷം ആസൂത്രിതമായി തന്നെ കൊച്ചിയിലെത്തുന്നു. അവിടെയും ഫോൺ ഉപേക്ഷിക്കുന്നില്ല. കൊച്ചിയിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള KSRTC ബസ്സിൽ കയറുന്നു, അവിടെയാണ് ഫോൺ ഉപേക്ഷിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഇയാളെ ദൃക്സാക്ഷികളായ ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയാൾ ഫോൺ ഉപേക്ഷിക്കുന്നതും അല്ലെങ്കിൽ ഈ KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെ പോലീസ് ശേഖരിക്കുകയും അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടങ്ങളിൽ കൂടി എത്തിച്ച് ഏതായാലും ഇപ്പോൾ